നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിലവിലെ കണക്ക് പ്രകാരം തിയേറ്റർ വരെ കുലുക്കിയ ചില ബ്ലാസ്റ്റ് സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിലായിത്തേത് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 60 കോടിക്കടുത്തായിരുന്നു. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പ്രധാന കാരണം എന്തെന്നാൽ സിനിമയുടെ ടീസറും പോസ്റ്ററും എല്ലാം നോർമൽ NJP പടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വ്യത്യസ്തമായ ഒരു മാസ് പടമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. സിനിമയുടെ പ്രമോഷന് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ സിനിമ റിലീസായപ്പോൾ പറഞ്ഞതുമായി യാതൊരു മാച്ചിങ്ങും ഉണ്ടായിരുന്നില്ല. മറ്റ് NJP സിനിമകളെ വെച്ച് നോക്കുമ്പോൾ വളരെ വീക്ക് സ്ക്രിപ്റ്റ് ആയിരുന്നു വാലിബൻ സിനിമയുടേത്. മാത്രവുമല്ല ഈ ഒരു സിനിമയിൽ സ്ലോ മോഷൻ സീനുകൾ ഓവറായി യൂസ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു സ്ലോ ബേസിൽ പോയ സിനിമ പെട്ടെന്ന് ആക്റ്റീവായി. അപ്പോഴായിരുന്നു പടം കഴിഞ്ഞു. അങ്ങനെ ഏകദേശം 50 കോടിക്ക് മേലെ ഈ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. സിനിമയുടെ കളക്ഷൻ 30 കോടിക്ക് താഴെയായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു സിനിമയിൽ മികച്ച ഷോട്ടുകൾ ഉണ്ടായിരുന്നു. സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആണെങ്കിലും പ്രീ ബിസിനസ് സെയിൽസ് നോക്കിയാൽ ലാഭം നേടിയിട്ടുള്ള സിനിമയാണ്. ഈ ഒരു സിനിമ റിലീസായത് കഴിഞ്ഞ വർഷം ജനുവരി 25-നായിരുന്നു. അടുത്ത സിനിമയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഈഗിൾ എന്ന സിനിമ. ഈ ഒരു സിനിമയും വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമയാണ്. രവി തേജയായിരുന്നു നായകൻ. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 45 കോടിയായിരുന്നു. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ 28 കോടി മാത്രമേ കളക്ഷൻ നേടിയുള്ളൂ. സിനിമ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. അടുത്ത സിനിമയാണ് വിജയ് ദേവരകൊണ്ട നായകനായ ഫാമിലി സ്റ്റാർ എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 60 കോടിക്ക് മേലെയായിരുന്നു. സിനിമയുടെ കളക്ഷൻ 30 കോടിയിൽ താഴെയാണ്. അടുത്ത സിനിമയാണ് വിദ്യുത് ജാംവാൽ നായകനായ ബോളിവുഡിലെ ക്രാക്ക് എന്ന സിനിമ. ഇതൊരു സ്പോർട്സ് ആക്ഷൻ സിനിമയായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. 60 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ വളരെ വലിയൊരു 17 കോടിയാണ് തിരിച്ചു കിട്ടിയത്. സിനിമ വലിയൊരു ഫ്ലോപ്പായിരുന്നു. അടുത്ത സിനിമയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലാൻ സലാം എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ഐശ്വര്യ രജനികാന്ത് ആയിരുന്നു. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 90 കോടി രൂപയായിരുന്നു. ഈ ഒരു സിനിമയിൽ രജനീകാന്തിന്റെ ക്യാമിയോ ഉണ്ടായിരുന്നു. ഇതൊരു സ്പോർട്സ് ആക്ഷൻ സിനിമയാണ്. സിനിമ ബോക്സ് ഓഫീസിൽ വളരെ വലിയൊരു 17 കോടിയാണ് തിരിച്ചു കിട്ടിയത്. ഭാഗ്യത്തിന് രജനീകാന്തിന് ഈ ഒരു സിനിമയിലെ നായകനാവാൻ തോന്നിയില്ല. നായകനായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ബോംബ് സിനിമ രജനീകാന്തിന്റെ തലയിലായ രജനീകാന്തിന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാൻ മറ്റൊരു കാരണമുണ്ട്. ഈ ഒരു സിനിമ ഇറങ്ങിയത് കഴിഞ്ഞ വർഷം, അതായത് 2024, കൃത്യം 10 വർഷങ്ങൾക്ക് മുമ്പ്. രജനീകാന്തിന്റെ മറ്റൊരു മകളായ സൗന്ദര്യ രജനീകാന്ത് 2014 കൊച്ചടിയാൻ എന്ന സിനിമ ഇറങ്ങി. രജനീകാന്ത് ആയിരുന്നു നായകൻ. 125 കോടിയായിരുന്നു ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. ഇതൊരു ആനിമേറ്റഡ് മൂവിയായിരുന്നു. സിനിമ തമിഴ്നാടിനെ വരെ വർപ്പിച്ച 30 കോടിയാണ് കളക്ഷൻ നേടിയത്. ഈ ഒരു സിനിമ നമ്മുടെ ഈ ലിസ്റ്റിൽ വരില്ല. മൊത്തത്തിലുള്ള ബോംബുകളെ പറ്റിയല്ല നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ ഫ്രഷ് ബോംബുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളത് കൊണ്ട് ഇത്തവണ രജനീകാന്ത് നായകനാവാതെ ഒരു ബ്രില്യന്റ് മൂവാണ് നടത്തിയത്. ക്യാമിയോ റോളിൽ വന്നു. പക്ഷെ ഈ ഒരു സിനിമയും ബോംബായിരുന്നു. അങ്ങനെ 2 മക്കളും കൂടി 2 ഗിഫ്റ്റുകളാണ് രജനീകാന്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലാൽ സലാം പോലെ ഒരു ബോംബ് സ്ക്രിപ്റ്റ് ആയിരുന്നില്ല കൊച്ചടിയാൻ സിനിമയുടേത്. മികച്ചൊരു സിനിമയായിരുന്നു. പക്ഷെ ആനിമേറ്റഡ് സിനിമകൾക്ക് ഇന്ത്യയിൽ വലിയൊരു ഡിമാൻഡ് ഇല്ല. ഇതുകൊണ്ട് മാത്രമായിരുന്നു ഈ ഒരു സിനിമ ഫ്ലോപ്പായത്. ലൈവ് ആക്ഷൻ ആയിരുന്നെങ്കിൽ സിനിമ സൂപ്പർ ഹിറ്റ് ആവുമായിരുന്നു. അടുത്ത സിനിമയാണ് ഡബിൾ ഐ സ്മാർട്ട് എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ഡയറക്ടറാണ് പൂരി ജഗന്നാഥ്. ഇദ്ദേഹം 2022 ലൈഗർ എന്ന സിനിമ എടുത്തിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു സിനിമ വളരെ വലിയൊരു ബോംബായിരുന്നു. 125 കോടി ബഡ്ജറ്റ് വന്ന സിനിമ 55 കോടിക്കടുത്താണ് കളക്ഷൻ നേടിയത്. ഈ ഒരു സിനിമ ഡയറക്ടറെ വലിയ രീതിയിൽ എയറിലാക്കി. ഈ ഒരു സിനിമയുടെ ചീത്തപ്പേരിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ 2 വർഷം കൊണ്ട് ഇദ്ദേഹം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. ആ ഒരു പ്ലാൻ എന്തെന്നാൽ 2019 ഐസ്മാർട്ട് എന്നൊരു സിനിമ ഇറക്കിയിരുന്നു. ഐസ്മാർട്ട് ശങ്കർ എന്നാണ് ഈ ഒരു സിനിമയുടെ മുഴുവൻ പേര്. 20 കോടി ബഡ്ജറ്റ് വന്ന സിനിമ 85 കോടിക്കടുത്ത് കളക്ഷൻ നേടി. വലിയൊരു വിജയം നേടി. ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്തെന്നാൽ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടായിരുന്നു. അങ്ങനെ ലൈഗറിന്റെ ചീത്തപ്പേരിൽ നിന്നും രക്ഷപ്പെടാമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാൻ. അങ്ങനെ ഡബിൾ ഐ സ്മാർട്ട് എന്ന സിനിമയുണ്ടാക്കി. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 90 കോടിയായിരുന്നു. സിനിമ വളരെ വലിയൊരു 18 കോടിയാണ് തിരിച്ചു പിടിച്ചത്. കുഴിയിൽ കിടന്നിരുന്ന ഡയറക്ടർ ഈ ഒരു സിനിമയിലൂടെ കിണറ്റിലേക്കാണ് വീണത്. അടുത്ത സിനിമയാണ് രജനീകാന്തിന്റെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വേട്ടയാൻ എന്ന സിനിമ. ഈ ഒരു സിനിമ നമ്മൾ ഇതുവരെ കണ്ട മറ്റ് ബോംബ് സിനിമകളെ പോലെ അങ്ങനെ ഒരു സിനിമയല്ല. അത്യാവശ്യം മികച്ച ത്രില്ലിംഗ് സ്റ്റോറിയുള്ള സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ജയ് ഭീം സിനിമയുടെ ഡയറക്ടറായ ജ്ഞാനവേലായിരുന്നു. ജയ് ഭീം സിനിമ പോലെ ആ ഒരു ടോണിൽ പോകേണ്ട അങ്ങനെ ഒരു സിനിമയായിരുന്നു യഥാർത്ഥത്തിൽ വേട്ടയാൻ എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ ഇദ്ദേഹം രജനീകാന്തിനെ കാസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ മാസ സിനിമകൾ പിടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ആദ്യമായി ഈ ഒരു സിനിമയിലൂടെ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ആവശ്യമില്ലാതെ ഈ സിനിമയെ മാസ സീനുകൾ ആഡ് ചെയ്ത്
കൊമേഴ്ഷ്യലൈസ് ചെയ്തു. രജനീകാന്തിന്റെ മാസ് സിനിമകൾ വരുമ്പോൾ ആളുകൾക്ക് പീക്ക് ലെവൽ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അങ്ങനെ മാസ് സിനിമകൾ എടുക്കണമെങ്കിൽ മാസ് സിനിമകൾ ഡയറക്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് തന്നെ വേണം. ഇദ്ദേഹത്തിന് അങ്ങനെ മാസ് സിനിമകൾ ഡയറക്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല. പോരാത്തതിന് രജനീകാന്തിന്റെ ജയിലർ സിനിമയ്ക്ക് ശേഷം വരുന്ന നെക്സ്റ്റ് മൂവി ഇതുകൊണ്ട് ആളുകൾക്ക് വളരെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. സിനിമ റിലീസായപ്പോൾ മാസ് സീനുകൾ ആളുകൾ മറ്റു സിനിമകളുമായി കമ്പയർ ചെയ്യാൻ തുടങ്ങി. ആ ഒരു ലെവൽ എത്തിയില്ല എന്ന പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നു. രജനീകാന്ത് മാത്രമല്ല, ഈ സിനിമയിൽ അമിതാഭ് ബച്ചനും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് ആണെങ്കിൽ 300 കോടിക്ക് മേലെ. അമിതാഭ് ബച്ചന്റെ കാര്യം നോക്കിയാൽ 1000 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ കൽക്കി സിനിമയിലെ മാസ് ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറെ ചെയ്തിരുന്നു. അമിതാഭ് ബച്ചൻ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ രണ്ടുപേരുടെയും മാസ് ചേർന്ന ഒരു സിനിമ, അങ്ങനെയും ഈ ഒരു സിനിമയെ എക്സ്പെക്ട് ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു 2 സൂപ്പർ സ്റ്റാർസും ഒന്നിച്ചു വന്നത്. പിന്നീട് സിനിമയുടെ ട്രെയിലറിൽ അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ നോർമൽ ലൈറ്റ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് ആളുകൾക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും സിനിമയുടെ BGMഉം സിനിമയിലെ സോങ്സും സീനുകളെല്ലാം കണ്ട് ജയിലർ പേട്ട എക്സ്പെക്ട് ചെയ്തു തന്നെയാണ് ആളുകൾ ഈ ഒരു സിനിമയ്ക്കും പോയത്. പക്ഷെ സിനിമ ഈ ഒരു എക്സ്പെക്ടേഷന്റെ ഒപ്പം എത്തിയില്ല. 300 കോടിക്ക് മേലെ ബഡ്ജറ്റിൽ വന്ന സിനിമ 150 കോടിക്കടുത്താണ് കളക്ഷൻ നേടിയത്. 10 വർഷത്തിനിടയിൽ രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഫ്ലോപ്പായി നിലവിൽ ഈ ഒരു സിനിമ മാറി. എന്നിരുന്നാലും സിനിമയിലെ സ്റ്റോറിയിലെ ഒരു നോർമൽ സ്റ്റോറി ആണെങ്കിലും ത്രില്ലിംഗ് ആയി തന്നെയാണ് പോകുന്നത്. ക്യാരക്ടേഴ്സ് നോക്കുമ്പോഴും അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറും രജനീകാന്തിന്റെ ക്യാരക്ടറും മികച്ചത് തന്നെയായിരുന്നു. അടുത്തത് അജയ് ദേവ്ഗനാണ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ അരുൺ മേൻ കക്കാം തുബ്ദ എന്ന സിനിമയുടെ ബഡ്ജറ്റ് 85 കോടിയായിരുന്നു. ഈ ഒരു സിനിമയുടെ കളക്ഷൻ 15 കോടി രൂപയാണ്. ഈ ഒരു സിനിമ വളരെ വലിയ. അടുത്തത് വീണ്ടും അജയ് ദേവ്ഗനാണ്. മൈദാൻ എന്ന സിനിമ 150 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ വളരെ വലിയൊരു 68 കോടിയാണ് തിരിച്ചു പിടിച്ചത്. അടുത്ത സിനിമയാണ് ബറോസ് എന്ന സിനിമ. ഈ ഒരു സിനിമ റിലീസായത് കഴിഞ്ഞ വർഷം തന്നെ ഡിസംബർ 25-നായിരുന്നു. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 150 കോടിയാണെന്ന് പറയും. പക്ഷെ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഒരിക്കലും 150 കോടിയാണ്. ആദ്യകാലങ്ങളിൽ കേട്ടിരുന്നത് 100 കോടി ബഡ്ജറ്റാണ്. 100 കോടി തന്നെയായിരിക്കാം. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ 20 കോടിക്ക് താഴെ മാത്രമേ കളക്ഷൻ നേടിയുള്ളൂ. സിനിമ വളരെ വലിയൊരു 100 കോടിയാണ് ബഡ്ജറ്റ് എങ്കിൽ 80 കോടിക്കടുത്ത് ഈ ഒരു സിനിമയ്ക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടാവും. പ്രീ ബിസിനസ്സിലൂടെ, അതായത് തിയേറ്ററിലല്ലാതെയുള്ള മറ്റ് കളക്ഷൻസ് നോക്കിയാൽ 50 കോടിക്കടുത്ത് ഈ ഒരു സിനിമ പ്രീ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്നി ഹോട്ട്സ്റ്റാർ ആയിരുന്നു ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് വാങ്ങിയത്. ഈ ഒരു സിനിമ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി അങ്ങനെ ഒരു ലാഭത്തിൽ വന്ന സിനിമയാണ്. ടാർഗറ്റ് ഓഡിയൻസ് കുട്ടികൾ മാത്രമായിരുന്നു. ഇതായിരുന്നു ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. നമ്മൾ പല ഡിസ്നി സിനിമകൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഡിസ്നി സിനിമകൾ ഉണ്ടാക്കുന്നത്. ആ ഒരു സ്റ്റൈലായിരുന്നു ബറോസ സിനിമയിലും ട്രൈ ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഒരു കാര്യമുണ്ട്, തിയേറ്ററിൽ കുട്ടികളെ കൊണ്ടുവരുന്നത് പേരൻസ് ആണെന്ന് ഡിസ്നി സിനിമകൾക്ക് അറിയാം. അതുകൊണ്ട് കുട്ടികൾക്കൊപ്പം അവർക്കും കണ്ടിരിക്കാവുന്ന രീതിയിലാണ് ഡിസ്നി സിനിമകൾ ഇറക്കുന്നത്. പക്ഷേ ബറോസിന്റെ ടാർഗറ്റ് കുട്ടികൾ മാത്രമായിരുന്നു. ഈ ഒരു സിനിമ റിയൽ 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഒട്ടുമിക്ക ഹോളിവുഡ് സിനിമകളും ഇന്ത്യൻ സിനിമകളും നോർമലായി ഷൂട്ട് ചെയ്ത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ബറോ സിനിമ 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. മറ്റുള്ള സിനിമകൾ നോർമലായി ഷൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നോർമൽ വെർഷനും വളരെ മികച്ചതായിരിക്കും. 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ 3D വെർഷനിലായിരിക്കും ഏറ്റവും മികച്ചു നിൽക്കുക. ബറോ സിനിമയുടെ ആകെ ഉണ്ടായിരുന്ന പോസിറ്റീവും ഇതാണ്. ചില സീനുകളിൽ 3D മികച്ചതായിട്ടും. മറ്റുള്ള കാര്യം നോക്കിയാൽ സിനിമയുടെ സ്റ്റോറിയും പല സീനുകളും ഡയലോഗ് ഡെലിവറിയും അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നിരുന്നു. ലാലേട്ടൻ എന്തായാലും നിലവിലൊരു കംബാക്ക് ആവശ്യമാണ്. വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ വളരെ പവർഫുൾ ആണ്. ഒരു മാസ് കംബാക്കിനുള്ള എല്ലാ ചാൻസും കാണുന്നു. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത സിനിമയാണ് ഇന്ത്യൻ 2 എന്ന സിനിമ. നമ്മളിത് പലതവണ പറഞ്ഞതാണ്. ഇന്ത്യൻ 2ന്റെ ബഡ്ജറ്റ് 300 കോടിയാണ്. സിനിമ വളരെ വലിയൊരു 150 കോടിയിൽ താഴെയാണ് തിരിച്ചു കിട്ടിയത്. അടുത്ത സിനിമയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ ശങ്കറിന്റെ തന്നെ ഗെയിം ചേഞ്ചർ എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 450 കോടിയായിരുന്നു. സിനിമ വളരെ വലിയൊരു 180 കോടിയിൽ താഴെയാണ് തിരിച്ചു കിട്ടിയത്. 750 കോടിയാണ് 2 സിനിമകളിലൂടെയും ശങ്കർ സിനിമകളുടെ ടോട്ടൽ ബഡ്ജറ്റ്. നഷ്ടമായത് 450 കോടി. കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഇനിയും ഒരു സിനിമ കൂടിയുണ്ട്. ആ ഒരു സിനിമയാണ് ഇന്ത്യൻ 3 എന്ന സിനിമ. 5 മാസത്തിനുള്ളിൽ ഈ ഒരു സിനിമയും തിയേറ്ററിലെത്തും. ഇന്നൊരു ഹിരോഷിമ ബോംബ് പോലെ ശങ്കർ സിനിമകളെ ആളുകൾ പേടിക്കുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ശങ്കർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡ് ഡയറക്ടറായിരുന്നു. ഇന്ത്യൻ 3 എന്ന സിനിമ വിജയിക്കുമോ എന്നറിയില്ല. ചാൻസ് വളരെ കുറവാണ്. ഇന്ത്യൻ 3 എന്ന സിനിമയിൽ ഇന്ത്യൻ താത്തയുടെ അച്ഛന്റെ സ്റ്റോറി ഒരു മുഴുനീള സിനിമയാണെങ്കിൽ മികച്ചതാണെങ്കിൽ
എന്തായാലും വിജയ്. ഇനി ഇന്ത്യൻ താത്ത അരമണിക്കൂർ ഫ്ലാഷ് ബാക്ക് പോലെ ആലോചിക്കുന്നതായി കാണിച്ച് വീണ്ടും ഇന്ത്യൻ താത്തയുടെ കഥയാണെങ്കിൽ പിന്നീട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. കാരണം ഈ ഒരു ക്യാരക്ടറിനെ വീണ്ടും കാണിച്ചാൽ അതൊരു ഒന്നൊന്നര ബോംബായിരിക്കും. അടുത്ത സിനിമയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മാർട്ടിൻ എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 80 കോടി രൂപയാണ്. സിനിമ വളരെ വലിയൊരു 25 കോടി തിരിച്ചു കിട്ടി. അടുത്ത സിനിമയാണ് കാങ്കുവ എന്ന സിനിമ. 350 കോടിയായിരുന്നു ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. ഈ ഒരു സിനിമ തമിഴ്നാടിനെ വരെ വർപ്പിച്ച വളരെ വലിയൊരു 100 കോടിയാണ് തിരിച്ചു കിട്ടിയത്. മികച്ച നടന്മാരെ കിട്ടിയിട്ടും ഡയറക്ടറായിട്ടുള്ള ശിവ എന്തൊക്കെയോ കാണിച്ചു. സൂര്യാണന് നിലവിൽ ഒരു മാസ് കംബാക്ക് ആവശ്യമാണ്. റിട്രോ എന്ന സിനിമയിലൂടെ ഇത് സാധിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. അടുത്ത സിനിമയാണ് അക്ഷയ് കുമാർ നായകനായ കെൽക്കൽ മെയിൻ എന്ന സിനിമ. 100 കോടിക്കടുത്ത് ബഡ്ജറ്റുള്ള സിനിമ വളരെ വലിയൊരു 40 കോടിയിൽ താഴെയാണ് തിരിച്ചു കിട്ടിയത്. അടുത്ത സിനിമയാണ് കഴിഞ്ഞ വർഷം തന്നെ പുറത്തിറങ്ങിയ അക്ഷയ് കുമാർ നായകനായ സർസുര എന്ന സിനിമ. 90 കോടി ബഡ്ജറ്റ് വന്ന സിനിമ വളരെ വലിയൊരു 33 കോടിയാണ് തിരിച്ചു കിട്ടിയത്. 2022 മുതൽ അക്ഷയ് കുമാർ തുടർച്ചയായി 7 ബോംബുകളാണ് ഇറക്കിയത്. ചെറിയ ബോംബുകൾ മുതൽ പാൻ ഇന്ത്യൻ ബോംബുകൾ വരെയും. അങ്ങനെ ഈ ഒരു ഫീൽഡിൽ ഒറ്റയ്ക്ക് വാഴുകയായിരുന്നു അക്ഷയ് കുമാർ. പെട്ടെന്നായിരുന്നു ഒരു സാധനത്തെ കണ്ടത്. അതായിരുന്നു ടൈഗർ ഷെറൂഫ്. പിന്നീട് ഇവർ തമ്മിൽ ഒറ്റയ്ക്ക് നടന്നിരുന്ന അക്ഷയ് കുമാറിന്റെ പവർഫുൾ എനിമിയായിരുന്നു ടൈഗർ ഷെറൂഫ്. അങ്ങനെ 2023 ടൈഗർ ഷെറൂഫ് അക്ഷയ് കുമാറിനെ പൂട്ടി ഗണപത് എന്നൊരു സിനിമ ഇറക്കി. 200 കോടി ബഡ്ജറ്റിൽ വന്ന് 13 കോടിയാണ് തിരിച്ചു കിട്ടിയത്. അക്ഷയ് കുമാർ വരെ പേടിച്ചുപോയി. കഴിഞ്ഞ വർഷം ടൈഗർ ഷെറൂഫിന്റെ സിനിമകൾ വന്നെങ്കിലും സിംഗിൾ സിനിമ വന്നിട്ടില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ എന്തായാലും ഈ ലിസ്റ്റിൽ കയറിയാൽ. പിന്നീട് ടൈഗർ ഷെറൂഫും അക്ഷയ് കുമാറും ടീമപ്പായി സിനിമ ഇറക്കി. ആ ഒരു സിനിമയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സിംഗം അഗൈൻ എന്ന സിനിമയും ബഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന സിനിമയും. സിംഗം അഗൈൻ എന്ന സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. 350 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 350 കോടി തന്നെ തിരിച്ചു പിടിച്ചു. പിന്നീട് ഇറങ്ങിയ സിനിമയാണ് ബഡേ മിയാൻ ചോട്ടേ മിയാൻ. 350 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 100 കോടിയിൽ താഴെയാണ് കളക്ഷൻ നേടിയത്. സിനിമ വളരെ വലിയൊരു ഫ്രഷ് ബോംബുകളിലെ നമ്പർ 1 ഈ സിനിമകളാണെങ്കിലും ഇന്ത്യൻ സിനിമയിലെ നമ്പർ 1 ബോംബ് ഇതൊന്നുമല്ല. നമ്മൾ അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ചെയ്തിട്ടും ഇതിൽ നമ്മൾ ഫ്രഷ് മാത്രമേ നോക്കിയുള്ളൂ. അക്ഷയ് കുമാർ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.